ഞാൻ റീസ സക്രിയാസ്. ഞാൻ ഇന്ന് രാവിലെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ എൽഡർ സിസ്റ്ററിൻ്റെ ഫോൺ വന്നു. അപ്പോൾ എൽഡർ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററിന് ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെ മെഴുക്ക് പുരട്ടിയും തോരൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാണ്, അത് കരിഞ്ഞു പോകത്തില്ലെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇന്നത്തെ എൻ്റെ ഈ പാചകം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക, എത്ര അംഗങ്ങളുണ്ടോ അത്ര അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാൻ ബീൻസ് എടുത്തിരിക്കുന്നു, സവാള അരിഞ്ഞെടുത്തിരിക്കുന്നു, പച്ചമുളക് എരിവ് തീരെ കുറഞ്ഞായതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തു, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് കടുക്, കുറച്ച് കരിയാപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സാധാരണ കരിയാപ്പില എടുത്ത് ദൂരെ എറിഞ്ഞ് കളയും, ആരും കഴിക്കത്തില്ല. അപ്പോൾ അത് അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ടാണ് ഞാനിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പാചകത്തിലേക്ക് എടുക്കാം. നിങ്ങൾക്കിത് വളരെ സിമ്പിളാണ് എന്ന് തോന്നും, സിമ്പിളാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ സയൻസ് ഉണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു, നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതിടാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ കരിവേപ്പില ഇടുന്നു, പച്ചമുളക് ഇടുന്നു. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിത് ഇളക്കിയിരിക്കണം. ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ഇടുന്നു. മഞ്ഞൾ പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ മഞ്ഞൾ പൊടി ഇടാം, പക്ഷേ ഞാൻ മെഴുക്ക് പുരട്ടിക്ക് മഞ്ഞൾ പൊടി സാധാരണ ഇടാറില്ല. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയി, നമുക്ക് ഈ ബീൻസ് ഇതിലേക്ക് ഇടാം. മെഴുക്ക് പുരട്ടിക്കകത്ത് വെളുത്തുള്ളിയും മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചി ഇടുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഞാൻ ബീൻസിൽ ഇത് മാത്രമേ ഇടാറുള്ളൂ. ഇനി നമ്മളിത് സിമ്മിൽ വെക്കുന്നു. സിമ്മിൽ വെച്ച് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നു. ഇങ്ങനെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നു. ഇപ്പം നിങ്ങൾക്കിതിൻ്റെ സയൻസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പഠിച്ചത് എൻ്റെ മോളുടെ വീട്ടിലൊരു പ്രാവശ്യം ചെന്നപ്പം മോളുടെ സെർവൻറ്റ് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഇതുപോലെ എന്തോ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പം അവർക്ക് എൻ്റെ അടുത്ത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അവർ പറഞ്ഞു അവരുടെ അമ്മ കാണിക്കുന്നത് കണ്ട് അവരും കാണിച്ചു തന്നു. ഒരു മറാഠി സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ആവി മുകളിലോട്ട് വന്നു കഴിയുമ്പം ഈ പാത്രത്തിലുള്ള പച്ചവെള്ളം തണുത്ത വെള്ളമല്ലേ, ആ തണുത്ത വെള്ളത്തെ എടുത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ടൻസ് ആയിട്ട് ആ ആവി വെള്ളമായിട്ട് താഴേക്ക് വരുന്നു. ആ പച്ചക്കറി ആ വെള്ളം കൊണ്ട് വേകുന്നു. നമുക്കിതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കിയാൽ മതി. വെള്ളം ചൂടായാലും നമ്മൾ വെള്ളം ഒന്ന് മാറിക്കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കറി തോരനാണേലും മെഴുക്ക് പുരട്ടി ആണേലും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാട്ടർ വേപ്പർ. നമുക്കിനി ഈ കറി ഒന്ന് നോക്കാം. ഈ കറി ഒരു ശകലം പോലും കരിഞ്ഞിട്ടില്ല, എന്നാൽ ഇതിൻ്റെ അകത്ത് വെള്ളമില്ല. ഓരോരോ തുള്ളി വെള്ളം ഇങ്ങനെ വീണിത് നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി നമുക്ക് വെന്ത് കിട്ടും. മെഴുക്ക് പുരട്ടി ഓൾറെഡി നമ്മുടെ വെന്തു. ഇനി നമുക്ക് മൂടി വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി,
അതായത് നമുക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏജ് ഇല്ല. വി ക്യാൻ ലേൺ ടിൽ വി ഡൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.